തൃശൂർ വാടാനപ്പള്ളിയിലെ ബിജെപിയുടെ കിറ്റ് വിവാദത്തിൽ ഗോഡൌൺ ഉടമ പ്രവീൺ പോലീസ് കസ്റ്റഡിയിൽ. കിറ്റുകൾ ഓർഡർ ചെയ്ത ബിജെപി പ്രവർത്തകനെയും കസ്റ്റഡിയിലെടുത്തു. സ്ഥലത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദാണ് ചേർന്നത്. ആസിഫ്, ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ എങ്ങനെയും വോട്ട് ലക്ഷ്യം വിട്ടുള്ള പ്രചാരണമാണ് എല്ലാ പാർട്ടിയുടെയും ഭാഗത്തുണ്ടാകുന്നത്. പക്ഷേ ഈ ബിജെപിയെ സംബന്ധിച്ച് ഇപ്പോൾ പലയിടത്തായി, ആദ്യം ഒടുവിലായിരുന്നു, പിന്നെ ഇപ്പോൾ 2-3 സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ ബിജെപിയുടെ ഈ കിറ്റ് വിവാദമുണ്ടായിട്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും തൃശ്ശൂരിന് പുറമെയാണ് ഇപ്പോൾ മണലൂരിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കിറ്റ് വിവാദം ഉണ്ടായിരിക്കുന്നത്. വാടാനപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 1500-ലധികം കിറ്റുകൾ BJP പ്രവർത്തകർ തയ്യാറാക്കുകയും അത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാനുള്ള നീക്കം നടക്കുകയും ചെയ്തത്. കോൺഗ്രസ് പ്രവർത്തകർ ഇതറിഞ്ഞ് ഇങ്ങോട്ട് പ്രദേശത്തേക്ക് എത്തുകയും പിന്നീട് അവിടെ തടയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. പിന്നീട് LDF പ്രവർത്തകരും ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സമയത്ത് തന്നെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവൻ അടക്കമുള്ള ആ ഗോഡൌണിനോട് ചേർന്ന വീട്ടിൽ ഓട്ടഭ്യർത്ഥിച്ച് എത്തുകയും ചെയ്തിരുന്നു. ഇത് BJP വോട്ടർമാരെ സ്വാധീനിക്കാൻ വ്യാപകമായി ചെയ്തു വരുന്നതാണ് എന്നൊരു പരാതിയാണ് സ്വാഭാവികമായും LDFും UDFും ഉന്നയിക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂരിൽ ഇതിന് സമാനമായ രീതിയിൽ കിറ്റ് വിതരണം നടത്തുകയും നമ്മളോട് തന്നെ ആ കിറ്റ് വിതരണം നടത്തിയ ആൾ തന്നെ പറഞ്ഞത് BJP നേതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിൽ കിറ്റ് വിതരണം നടത്തിയതെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മണലൂരിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. 1500-ലധികം കിറ്റുകൾ ഇപ്പോൾ അവിടെ വിതരണം ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, BJP നേതാക്കൾ അടക്കമുള്ളവർ ആ സമയത്ത് അതിന് സമീപത്തുള്ള വീടുകളിൽ അടക്കമുണ്ടായിരുന്നു. അങ്ങനെ വോട്ട് അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് എന്നും വോട്ടർമാരെ പണവും അതുപോലെ തന്നെ ഇത്തരത്തിൽ കിറ്റുകൾ അടക്കം കൊടുത്ത് സ്വാധീനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം LDFും UDFും ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത് ഗോഡൌൺ ഉടമ പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കിറ്റുകൾ ഓർഡർ ചെയ്തത് BJP പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിരിക്കുകയാണ്. ഇപ്പോൾ അയാളെയും പോലീസ് കസ്റ്റഡിയെടുത്തിട്ടുണ്ട്. വാടാനപ്പള്ളി സ്വദേശി സുധീഷിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിന് സമാനമായ രീതിയിൽ തന്നെ തൃശ്ശൂർ ആരോപണം ഉന്നയിക്കുകയും അവിടെയും BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കിറ്റുകൾ പരിശോധിച്ച് വേണ്ട കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുള്ളത്. അസിന് സംഭവ സ്ഥലത്ത് നേരത്തെ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും സംഘർഷാവസ്ഥയുണ്ടോ? അവിടെ പ്രതിഷേധങ്ങളുണ്ടോ? തുടരുന്നുണ്ടോ? അല്പം പോലെ വലിയ സംഘർഷമായിരുന്നു ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. അത് പ്രധാനമായും UDF സ്ഥാനാർത്ഥി TN പ്രതാപനെ BJP പ്രവർത്തകർ തടയാൻ ശ്രമിക്കുകയും പിടിച്ച് തള്ളുകയും ചെയ്തുവെന്ന് ആക്ഷേപമുയർന്ന സാഹചര്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ BJP പ്രവർത്തകർ അവിടെ സംഘടിച്ചെത്തിയത് BJPയുടെ നേതാക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ്. നമുക്ക് ഇതിലേക്ക് തന്നെ മടങ്ങി വരാം. നമ്മളിപ്പോൾ VS സുനിൽകുമാർ കൂടി ചെയ്യുന്നുണ്ട്. VS സുനിൽകുമാർ, ഇപ്പോൾ തൃശൂർ വാടാനപ്പള്ളിയിലെ BJPയുടെ കിറ്റ് വിവാദമാണ് കത്തി നിൽക്കുന്നത്. എന്താണ് പ്രതികരണം? ഈ BJP നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് തൃശ്ശൂരിലെ ഈ വടക്കേ ഇന്ത്യയിലെ മോഡലില് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി വൻതോതിൽ പണം കൊടുത്തും അതുപോലെ മദ്യം കൊടുത്തും പാവപ്പെട്ട ആളുകൾക്ക് കിറ്റുകളിൽ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തും ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വ്യാപകമായി അതിനുള്ള പ്ലാനിങ് അവരവിടെ നടത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ അവർ ഇന്നലെ നടത്തിയിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നേരിട്ട് പോയി തടഞ്ഞതും ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതും BJPയുടെ പ്രാദേശിക നേതാവിന്റെ നേതൃത്വത്തിൽ ചുമതലയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമയുമായി ചേർന്നാണ് ആ പണി നടത്തിയത്. തൊട്ടു മുമ്പാണ് അവര് അവിടെ ഒരു കോലത്തുംപാടത്തുള്ള ഒരു ഹോട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവർ കൂപ്പണുകൾ വിതരണം ചെയ്ത് അവിടെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യാനുള്ള ശ്രമം നടത്തിയപ്പോൾ ജനങ്ങൾ ഇടപെട്ട് തടഞ്ഞതിന് ശേഷം അത് നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അതിനു മുമ്പ് മുറ്റിച്ചൂരിലൊരു ഉന്നതിയില് രാത്രി കാലങ്ങളിൽ ബിരിയാണി കിറ്റും അതുപോലെ തന്നെ ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്യുന്നു എന്ന വിവരം, പണമടക്കമുള്ള പൈസ കൊടുക്കുന്നു എന്ന വിവരം കിട്ടി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ പല ആളുകളുടെ വീട്ടിലും അത് കൊടുത്തായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ അതിന് പരാതി കൊടുത്തിരിക്കുകയാണ്. അതിന് ഇപ്പോൾ വാടാനപ്പള്ളിയിലും സമാനമായ രീതിയിൽ ആയിരക്കണക്കിന് കിറ്റുകൾ ഉണ്ടാക്കുന്ന പരിപാടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ജില്ലയിലെമ്പാടും വിതരണം ചെയ്യാനും പല പല കേന്ദ്രങ്ങളിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഇങ്ങനെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്തിനാണ് ഇവർ വന്നിരിക്കുന്നത്? ഇവർ വരുന്നത് ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിനല്ല, ഇവിടെ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കള്ളപ്പണം എത്തിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ കള്ളപ്പണം ഇവിടെ വ്യാപകമായിട്ട് ഒഴുക്കുകയാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ കേരളത്തിലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്ന് പറയുന്നത് സാമാന്യന സുതാര്യമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. രാഷ്ട്രീയമായ പോരാട്ടമാണ്. ആ രാഷ്ട്രീയമായ പോരാട്ടത്തിനിടയിൽ ഈ പണാധിപത്യം കൊണ്ടുവരാൻ വേണ്ടി BJP ശ്രമിക്കുന്നത് വടക്കേന്ത്യൻ സംസ്കാരമാണ്. അത് ഇവിടെയും കൊണ്ടുവരാനുള്ള ശ്രമമാണ് BJP കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടത്താൻ 2024 ഇലക്ഷനിൽ അവർ വ്യാപകമായ തോതിൽ ഇത് നടത്തിയിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള കേസ് കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും പൈസ കൊടുക്കുന്നതിന്റെയൊക്കെ തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ച് അത് കൊടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ കേസ് വിചാരണയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇത് BJP ചെയ്യുന്ന തെരഞ്ഞെടുപ്പിന്റെ അട്ടിമറിയാണ്. കേരളത്തിൽ അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു. B. ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂരിന്റെ വോട്ടർമാർക്കിടയിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി നടത്തിയത്. വളരെ നഗ്നമായ തെരഞ്ഞെടുപ്പ് നിയമത്തിന്റെ ലംഘനമാണ്. അതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ അവർ മറ്റു രീതിയിൽ മാനിപ്പുലേഷൻ നടത്തുകയാണ്. എല്ലായിടത്തും മാനിപ്പുലേഷൻ നടത്തി തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം BJP കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഒരു തെറ്റായ സംസ്കാരം, നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം BJP ഇവിടെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകന്മാർ എല്ലാ ഉന്നതികളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനും ഇങ്ങനെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വീഡിയോയിൽ പിടിക്കാനും അപ്പപ്പോൾ തന്നെ പരാതി കൊടുക്കാനുമുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു ജനാധിപത്യ പ്രക്രിയയെ ഇങ്ങനെ നഗ്നമായി ലംഘിക്കുമ്പോൾ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ, നിയമപരമായ മാർഗത്തിലൂടെ നേരിടുക എന്നതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗങ്ങളില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കടുത്ത പരിശ്രമമാണ് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് BJPയുടെ നേതാക്കന്മാർ ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടു, പല സ്ഥാനാർത്ഥികളും ഞാനെന്നറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള സംസാരം. നിങ്ങളിപ്പോ പത്രക്കാർ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടോ അല്ലെങ്കിൽ BJP നേതാക്കന്മാരോടോ പോയി ചോദിക്കുകയാണ് ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് നിങ്ങളാണോ എന്ന് ചോദിച്ചാൽ അവർ പറയാൻ പോകുന്നുണ്ടോ ഞങ്ങളാണ് ചെയ്തതെന്ന് പറയാൻ പോകുന്നുണ്ടോ? പറയാൻ പോകുന്നില്ല. അപ്പൊ അവർ നിഷേധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം അവർ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥം. അവരെല്ലാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJPയുടെ സ്ഥാനാർത്ഥികളും BJP നേതാക്കന്മാരുടെയും അറിവോടും ഒത്താശയോടും കൂടി തന്നെയാണ് ഈ കിറ്റ് വിതരണവും പണം വിതരണവും ഒക്കെ നടക്കുന്നത്. ഇനി 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 2 ദിവസങ്ങളിൽ ഇവിടെ വലിയ പണത്തിന്റെ കുത്തൊഴുക്കുണ്ടാകാൻ പോവാണ്. ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ ശരിയായ ഇച്ഛ, അവരുടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവകാശത്തെ BJP തകർക്കാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ പണം കൊടുത്തു, ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തും അങ്ങനെ വോട്ട് തട്ടാൻ കഴിയുന്ന രീതിയിലേക്കുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറെ ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സംസ്കാരത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തെ വടക്കേക്കാൻ സമ്മതിക്കാൻ പാടുള്ളതല്ല. തെരഞ്ഞെടുപ്പ് ജയിച്ചും തോൽക്കും എന്നുള്ള ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ജയിച്ചേക്കാം, അല്ലെങ്കിൽ അല്ല. ആ രൂപത്തിലേക്ക് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിലും പണം കൊടുത്തും തെരഞ്ഞെടുപ്പിനെ വരുതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം BJP നടത്തുകയാണ്. അത് കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഇതിനെതിരായി ശക്തമായി നിലകൊള്ളും. അത് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ നിയമപരമായ രീതിയിൽ തന്നെ ഞങ്ങൾ അതിനെ നേരിടാനാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സുനിൽകുമാർ, ഇന്നലെ ഈ പത്മജ വേണുഗോപാലിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതായത് ഈ സംഭവത്തെ പറ്റി യാതൊരു അറിവുമില്ലെന്നാണ് പറയുന്നത്. അത്തരത്തിൽ BJPക്ക് അറിവില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ? അല്ല, അതിപ്പോ നമുക്കൊന്നും പറയാൻ കഴിയും. കാരണം BJP നേതാക്കന്മാരോട് ഞാനത് ഉദാഹരണം പറഞ്ഞാൽ അത് മോശമായി പോകും. അതുകൊണ്ട് പറയാത്തതാണ്. ഈ BJP നേതാക്കന്മാർക്ക് അറിയാണ്ടാണോ ഇതൊക്കെ നടക്കുന്നത്? കൊല്ലന് പറഞ്ഞില്ല, കൊല്ലത്തി അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്ന പോലെയുള്ള വർത്തമാനം ഇങ്ങനെ പറയുന്നത് ശരിയാണോ? ഈ അമ്പിളി പോലെ ഒരു പൊന്നരിവാൾ എന്നൊക്കെ പറഞ്ഞോ? രണ്ടാളറിയാതെ എങ്ങനെ പൊന്നരിവാൾ ഉണ്ടായെന്നൊക്കെ പറയുന്ന പോലെ ഒരു കാര്യമാണത്. അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഇതൊക്കെ BJP നേതാക്കന്മാരും BJPയുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അറിവോടും ഒത്താശയോടും കൂടി നടക്കുന്ന കാര്യങ്ങളാണ്. BJPക്കാർക്ക് അറിയാം ഇവിടെ സ്ട്രെയിറ്റ് ആയ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഇവിടെ BJPക്ക് പച്ചവിടാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അവർ അവസാന പരിശ്രമം നടത്താണ്. പിന്നെ ഈ വടക്കേ ഇന്ത്യയിൽ വന്നിരിക്കുന്ന കാശിനനുസരിച്ച് ഇവിടെ വോട്ട് പെട്ടിയിലായില്ലെങ്കിൽ മുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പണം കൊടുത്തിട്ടാണെങ്കിൽ കുറെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസാന പരിശ്രമമാണ് BJP നടത്തുന്നത്. BJP ജയിക്കുകയോ അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ BJP ഇവിടെ നടത്തുന്ന ഒരു കാര്യം ഇവിടെയുള്ള നിലവിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പരാജയപ്പെടുത്താണ് പറയും. അല്ലാതെ ഇവർ ജയിക്കാൻ പോകുന്നില്ല. BJP ഒരിക്കലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. പക്ഷേ BJP ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ സുതാര്യമായി ഇവിടെ നിലനിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ അവർ പരാജയപ്പെടുത്താണ്. നമ്മൾ പലപ്പോഴും പല സ്റ്റേറ്റുകളും കേൾക്കുന്ന ഒരു കാര്യം, വോട്ടർമാർക്ക് കവറിലിട്ട് പണം കൊടുക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ.
അവർക്ക് പല ആനുകൂല്യം കൊടുക്കുന്നു, സാരി കൊടുക്കുന്നു, ഫലം കൊടുക്കുന്നു എന്ന വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മൾ അഭിമാനിക്കുന്നത് എന്താ? നമ്മുടെ കേരളത്തിൽ അങ്ങനെ നടക്കില്ല എന്നാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരം വ്യാപകമായി കൊണ്ടുവരികയാണ് BJPയുടെ നേതൃത്വത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഇടതുപക്ഷത്തിന്റെ ജയതോൽവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇങ്ങനെ ചെയ്തുകൊണ്ട് LDFന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനൊന്നും BJP വിചാരിച്ചാൽ കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇത് ജനാധിപത്യ സംവിധാനത്തെ പരാജയപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രതിഷേധങ്ങൾക്കും താങ്കളുടെ ഭാഗത്തുനിന്നായാലും മറ്റു പാർട്ടികളായാലും വളരെ പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നിമിഷത്തിൽ നമ്മോട് പങ്കുചേർന്നതിന് നന്ദി.